നമസ്കാരം. പുരാണകഥകളുടെ അനന്തസാഗരമായ കഥാസരിത്ത് സാഗരത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മഹാഭാരതത്തിലെ ഒരു ഭീകര അസുരന്റെ കഥയാണ്. ഭയവും നിസ്സഹായതയും നിറഞ്ഞ ഒരു ഗ്രാമത്തെ വിറപ്പിച്ച, ധർമ്മത്തിന്റെ ശക്തിയോട് ഒടുവിൽ തോറ്റ ഒരു ക്രൂരന്റെ കഥ. ഇതാണ് ബകാസുരന്റെ കഥ. പണ്ടൊരു കാലത്ത് ഗംഗാനദിയുടെ തീരത്തോട് ചേർന്ന് സമൃദ്ധിയും സമാധാനവും നിറഞ്ഞ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ഏക്ചക്ര എന്നായിരുന്നു ആ ഗ്രാമത്തിന്റെ പേര്. കൃഷിയിലും പശുപാലനത്തിലുമായിരുന്നു ആ ഗ്രാമവാസികളുടെ ജീവിതം. എന്നാൽ ആ സമാധാനം ദീർഘകാലം നിലനിന്നില്ല. കാരണം ആ പ്രദേശത്തിന്റെ കാടുകളിൽ വസിച്ചിരുന്ന ഒരു ഭീകരൻ. അവന്റെ പേര് ബകാസുരൻ. വൻ ശരീരവും കാട്ടുതീ പോലെ ചുവന്ന കണ്ണുകളും മനുഷ്യരെ ഭക്ഷണമെന്ന പോലെ കാണുന്ന ക്രൂരസ്വഭാവവുമായിരുന്നു അവന്റെ മുഖമുദ്ര. ബകാസുരൻ വിശപ്പുമൂത്താൽ ഗ്രാമത്തിലേക്ക് ഇറങ്ങിവരും. വീടുകൾ തകർക്കും, ആളുകളെ കൊല്ലും. കുട്ടികളുടെ കരച്ചിലും സ്ത്രീകളുടെ നിലവിളിയും അവന് വിനോദമായിരുന്നു. അവസാനം ഗ്രാമവാസികൾ ഒരു ഭീകരകരമായ കരാറിന് വഴങ്ങേണ്ടി വന്നു. ഓരോ ദിവസവും ഒരു കാളവണ്ടി നിറയെ ഭക്ഷണവും ഒപ്പം ഒരു മനുഷ്യനെയും ബകാസുരൻ സമർപ്പിക്കണം. അതു ലഭിച്ചാൽ മാത്രമേ അവൻ ഗ്രാമത്തെ വിട്ടുനിൽക്കൂ. ഇങ്ങനെ ഓരോ ദിവസവും ഒരാളുടെ ജീവൻ ഗ്രാമം നഷ്ടപ്പെടുകയായിരുന്നു. ഭയം ഗ്രാമത്തിന്റെ ശ്വാസമായി മാറി. അന്നൊരു ദിവസം പാണ്ഡവർ മാതാവ് കുന്തിയോടൊപ്പം വനവാസത്തിനിടയിൽ ഈ ഗ്രാമത്തിലെത്തി. അവർ ഒരു ബ്രാഹ്മണ കുടുംബത്തിന്റെ വീട്ടിൽ അതിഥികളായി താമസിച്ചു. രാത്രി ആ വീട്ടിൽ നിന്നും ഉയർന്ന കരച്ചിൽ കുന്തിയുടെ ശ്രദ്ധ പിടിച്ചു. കാരണം അന്വേഷിച്ചപ്പോൾ ആ വീട്ടിലെ മൂത്ത പുത്രൻ അടുത്ത ദിവസം ബകാസുരനു ഇരയാകേണ്ടിയിരുന്നുവെന്ന് അവർ പറഞ്ഞു. കുടുംബത്തിന്റെ വിധി അതായിരുന്നു. രക്ഷയില്ല. അത് കേട്ട കുന്തിയുടെ ഹൃദയം വിങ്ങി. ധർമ്മത്തിന്റെ പാതയിൽ നടന്ന പാണ്ഡവരെ അവൾ ഓർത്തു. അപ്പോൾ ഭീമൻ മുന്നോട്ട് വന്നു. ശക്തിയുടെ പർവ്വതമായ ഭീമൻ പറഞ്ഞു, ഈ കുടുംബത്തിന്റെ പകരം ഞാൻ പോകും. കുന്തി ആദ്യം സമ്മതിച്ചില്ല. എന്നാൽ ഭീമന്റെ ആത്മവിശ്വാസവും ധർമ്മബോധവും അവളെ സമ്മതിപ്പിച്ചു. അടുത്ത ദിവസം കാളവണ്ടിയിൽ ഭക്ഷണവുമായി ഭീമൻ പുറപ്പെട്ടു. വഴിമധ്യേ അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. വണ്ടി ശൂന്യമാകുമ്പോൾ ബകാസുരൻ ഗുഹയിൽ നിന്ന് പുറത്തുവന്നു. ഭക്ഷണം തീർന്നത് കണ്ടപ്പോൾ അവൻ കോപത്തോടെ അലറി. എന്നാൽ ഭീമൻ ഭയപ്പെട്ടില്ല. അസുരനെ നേരെ നോക്കി ധർമ്മത്തിന്റെ ശക്തിയിൽ ഉറച്ചുനിന്നു. അപ്പോൾ ആരംഭിച്ചു ഭീകരമായ യുദ്ധം. ഭൂമി വിറച്ചു. വൃക്ഷങ്ങൾ പിഴുതെറിഞ്ഞു. പാറകൾ ആകാശത്തേക്ക് പറന്നു. ബകാസുരന്റെ ക്രൂരതയും ഭീമന്റെ അജയശക്തിയും തമ്മിലുള്ള പോരാട്ടം മണിക്കൂറുകളോളം നീണ്ടു. ഒടുവിൽ ധർമ്മത്തിന്റെ ശക്തിയാൽ ഭീമൻ ബകാസുരനെ വധിച്ചു. അസുരന്റെ ശരീരം നിലംപതിച്ച നിമിഷം ഗ്രാമത്തിന്റെ ഭയം അവസാനിച്ചു. ഗ്രാമവാസികൾ സന്തോഷാശ്രുക്കളോടെ ഭീമനെ വണങ്ങി. വർഷങ്ങളായി അവർ അനുഭവിച്ച നിസ്സഹായതയ്ക്ക് അവസാനം വന്നു. പാണ്ഡവർ വീണ്ടും തങ്ങളുടെ വനയാത്ര തുടർന്നു. അവർ ചെയ്ത ധർമ്മകർമ്മം ആരും അറിയാതെ മഹാഭാരതത്തിന്റെ ചരിത്രത്തിൽ എഴുതപ്പെട്ടു. ബകാസുരൻ ഒരു ഭീകരൻ ആയിരുന്നു. എന്നാൽ അവന്റെ കഥ നമ്മോട് പറയുന്നത് ഒരു സത്യം മാത്രമാണ്. അധർമ്മം എത്ര ഭീകരമായാലും ധർമ്മത്തിന്റെ മുന്നിൽ അത് ഒരു നാൾ വീഴും. ഇതിഹാസങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. ഇനിയും ഇത്തരത്തിലുള്ള പുരാണകഥകളും ഇതിഹാസരഹസ്യങ്ങളും കേൾക്കാൻ കഥാസരിത്ത് സാഗരം സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തൂ. ധർമ്മത്തിന്റെ കഥകൾ ഒരുമിച്ച് തേടാം. നന്ദി.